കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി ദർശനം നടത്തി സർവ്വവിഘ്നങ്ങളും അകറ്റിയിട്ട് നേരെ ആ ഗോപുരവാതിൽ കടന്ന് നേരെ അങ്ങോട്ട് അകത്തേക്ക് വരാം. അങ്ങനെ ആ ഗോപുരവാതിൽ ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു. ഇനിയിപ്പോൾ കലശമൊക്കെ തുടങ്ങായി നാളെ മറ്റന്നാൾ മുതൽ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഉദയാസ്തമന പൂജ ഉള്ളൂ. ഇന്നിപ്പോൾ ഈ മാസത്തെ ലാസ്റ്റ് ഉദയാസ്തമന പൂജയാണ്. അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. രാവിലെ മുതൽ വേറെ തിരക്കൊന്നുമില്ല. എന്നാലും ഭക്തർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വാതിൽപ്പടി കയറിയിട്ട് നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ സ്വർണ്ണ വിളക്കിൻ്റെ ആ ഒരു പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അതുപോലെ ആ ഇടത്തെ ഭാഗത്ത് ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. വലത്തെ ഭാഗത്തെ തൂണൊന്ന് നോക്കി തൊഴുക. അതിന് ശേഷം ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ രസമായിട്ടാണ്. ആദ്യം ഒരു പാമ്പിൻ്റെ ഇതിങ്ങനെ കാണുകയാണ്. തല നല്ല ചുവന്ന വട്ടമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പാമ്പിൻ്റെ തലകൾ കാണുന്നു. അതിൻ്റെ മുകളിൽ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്ന തരത്തിലാണ്. ആ കാളിയെ ദർപ്പം ശമിപ്പിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇന്ന്, കാളിയമർദ്ദകനായിട്ടാണ് ഇന്ന് കളഭം കൊണ്ട് ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് വിരിഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ച. ഇടത്തെ കയ്യിൽ കാളിയമ്പാമ്പിൻ്റെ വാലുണ്ട്, പൊന്നോടക്കുഴലും ഒക്കെ ഇങ്ങനെ പിടിച്ച് വലത്തെ കയ്യിൽ പിടിച്ച് അങ്ങനെ നൃത്തം ചവിട്ടുകയാണ്. കാൽത്തടകൾ കാണാനുണ്ട്. ഒരു കാലിങ്ങനെ പൊന്തിച്ച് ഡാൻസ് ചെയ്യുന്ന മാതിരിയാണ്. നല്ല രസമായിട്ടുള്ള അലങ്കാരം. അപ്പോൾ എല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുക എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിന് മുമ്പിൽ നിന്ന് നമ്മൾ തൊഴുകയാണ് ആ കാളിയമർദ്ദന രൂപത്തെ. എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഗുരുവായൂരപ്പൻ്റെ കാളിയമർദ്ദകൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുതു. സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത്ത് നേരെ ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് ആ വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ട് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ അങ്ങനെ പോരുമ്പോൾ ആ ചെറിയ ഗണപതിയിലേക്ക് ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ. അതിനുശേഷം മേൽശാന്തിയുടെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം ആ വാമന രൂപം, അതേമാതിരി ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ രൂപം, ഗരുഡൻ്റെ പുറത്ത് മഹാവിഷ്ണു ഇരിക്കുന്ന ആ രൂപം കാണാം. അതൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭസ്വാമിയെ കണ്ട് തൊഴാം. അവിടെയും കണ്ട് തൊഴുത് നേരെ വീണ്ടും ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട്
പിന്നീട് കൃഷ്ണൻ്റെ അടുത്ത് വന്ന് നോക്കുക. അവിടെ നല്ലൊരു തുളസിമാല കൃഷ്ണന് ചാർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ മുരുകനെ കണ്ട് വണങ്ങാം. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യ വാക്പടുത്തം ഹനുമത് സ്മരണ. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെയൊക്കെ പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് വീണ്ടും ആ ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്ന് അവിടെ നിന്നൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് ആ മണിക്കിണറൊന്ന് നോക്കി തൊഴാം. അത് കഴിഞ്ഞ് നമ്മൾ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് നമ്മളങ്ങോട്ട് സങ്കല്പിച്ച് നോക്കിയാൽ ആ നൃത്തം ചെയ്യുന്ന ആ ഭാവം ഏത് രൂപത്തിലാണോ നമ്മുടെ മനസ്സിലേക്ക് ആ പൊന്നുണ്ണിക്കണ്ണനെ വെച്ചെണ്ണത്, നമ്മളെ മനസ്സിൽ വെച്ചെണ്ണത് അതേ രൂപത്തിൽ നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാം. അങ്ങനെ അവിടെ വന്ന് കണ്ട് തൊഴുത് വീണ്ടും ആ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിലെത്തിയാൽ പ്രസാദമൊക്കെ വാങ്ങാം. ചന്ദനം കളഭമൊക്കെ വാങ്ങിയിട്ട് തീർത്ഥമൊക്കെ വാങ്ങി അതിനുശേഷം എടത്തരകത്തുകാവിലെ ഭഗവതീനെ കാണാൻ പോവാം. അങ്ങനെ അവിടെ വരുമ്പോൾ ഗോളയ്ക്കൊക്കെ ഇറക്കിയിട്ടുണ്ട് അമ്മ. അതേമാതിരി നല്ല രസമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ വരണം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ മമ്മിയൂരപ്പനെ ഒന്ന് നോക്കി തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മനസ്സിലിങ്ങനെ മമ്മിയൂരപ്പൻ്റെ രൂപം നോക്കി തൊഴാം. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും അകത്തേക്ക് നോക്കി ആ കാളിയ മർദ്ദന രൂപധാരിയെ ഒന്നുകൂടി കണ്ട് മനസ്സാ സ്മരിച്ച് നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് വീണ്ടും നമ്മൾ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നു. കൂത്തമ്പലത്തിലേക്ക് ഒന്ന് നോക്കി തൊഴുതു. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുതു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമ്മൾ പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറ നടയിൽ നിന്ന് നേരെ ആ ദീപസ്തംഭമൊക്കെ കണ്ട് തൊഴുത് അതിൻ്റെ മുകളിലെ ആ വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം. പിന്നീട് ഒന്ന് കുറച്ചും കൂടി പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. അത് കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും ഇന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നെ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ നിന്ന് തൊഴുന്ന പ്രതീതിയിൽ മനസ്സിൽ വിചാരിച്ചാൽ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.